നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ അവിടെ അച്ഛനൊരു കണ്ടം തടുത്ത് വെച്ചിട്ടുണ്ട്. അത് തപ്പിപ്പിടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ വള്ളം ഇന്നലത്തെ മഴയത്ത് നിറഞ്ഞു പോയി. ആ വള്ളം നമുക്കാദ്യം ഫ്രീ ആക്കണം. വള്ളത്തിലെ വെള്ളം തേക്കി പറ്റിച്ച് ആദ്യം നമുക്ക് ഈ വള്ളം ഫ്രീ ആക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ക്യാമറമാനെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, പേര് പറഞ്ഞേ. ദിദിയ. അപ്പോൾ നമ്മൾ വള്ളത്തിലെ വെള്ളം മൊത്തം തേക്കിയിട്ടുണ്ട്. മുക്കിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. അത് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ കുഴിയാണ്. ഒരു പാടത്തേക്ക് വെള്ളം കയറുന്നതിൻ്റെ ഫസ്റ്റ് കുഴി. അപ്പോൾ ഇതിൻ്റെ തവട നമ്മൾ നെറ്റ് വെച്ച് തടുത്തിട്ടുണ്ട്. ആ ഓപ്പണിങ്, ഈ ഓപ്പണിങ് നെറ്റ് വെച്ച് തടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉടക്ക വല ഇടും. ഉടക്ക വല ഇട്ട് മീനെ ഓടിച്ച് അതിൽ കയറ്റിയാണ് പിടിക്കാൻ പോണത്. വെള്ളം കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ പിടിക്കുന്നത്. എല്ലാവരും നമുക്ക് തപ്പി പിടിക്കാമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് മൊത്തം വല വളക്കാം. വല വളച്ച് കഴിയുമ്പോൾ അമ്മ വരും. അമ്മ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പിടിക്കാം. അതാണ് മൊത്തം വളക്കണേണ്, സൈഡ് മൊത്തം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിടിക്കണം. ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ കിട്ടുന്നത് മാത്രം കാണാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണാം. മീൻ കിട്ടുമെന്നുള്ള വിശ്വാസം, കോൺഫിഡൻസ് കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ മര്യാദ ചെയ്യും. പോയി മീൻ പറഞ്ഞോ? അതെ, അങ്ങോട്ടൊരെണ്ണം പാടി കിട്ടും. മീൻ കിട്ടാണ്ടിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പിടിക്കുന്നതാണ്. അതൊരു ഓപ്പണിംഗ് ആണ്. അതും അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൊത്തം നമ്മൾ വലയിട്ടേക്ക്. വെള്ളക്കൂടുതലായതുകൊണ്ടാണ് വലയിട്ട് പിടിക്കുന്നത്. മകൻ വല ഇട്ടിട്ടുണ്ട്. ഒന്ന് തപ്പി നോക്കാം. വല്ലതും കിട്ടുമെങ്കിൽ ഭാഗ്യം. പോണ് താഴെ. താഴല്ലേ ഇതേ പുറകെ കൂടി പോയാലോ? വെള്ളം അടുപ്പിച്ചൊക്കെ ഞങ്ങൾക്ക് വലിച്ചു പിടിച്ചല്ലേ. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് അത് മടി വെച്ചോക്കെ. ചാടി പോവാ. അത് നീന്തലാണ് കിടന്ന്. ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. വലയിട്ട് കട്ട് ചെയ്യണ. വേണ്ട വേണ്ട. ഇതുപോലെ എവിടെ ഏതാണ്ട് ഇടിക്കണ കേട്ടാ. ആ വലയിൽ ചെല്ലി ചെല്ലി. ഫസ്റ്റ് കാര്യം കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വെള്ളത്തിട്ട് വെച്ചു കെട്ടിയിടണേ. കരിമീൻ്റെ കുഞ്ഞി. നമുക്കിത് ഈ അപ്പുറത്ത് നല്ല വെള്ളമാണ്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ കിടന്ന് വളരട്ടെ. നമുക്ക് കിട്ടി.
കാണിച്ചേ ഇതേ അമ്മക്കൊരു വലുത് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇത് കൈ വെച്ച് തപ്പിയാണ് പിടിച്ചത് കേട്ടോ ഇത്. ശിവാനി അമ്മ പറയണ അമ്മക്ക് മീൻ ഇങ്ങനെ കിട്ടാറില്ല, ഇന്ന് വീഡിയോ എടുക്കണ കൊണ്ട് കിട്ടിയെന്നാണ് അമ്മ പറയണത്. നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് വിദ്യ, ശിവാനി ട്യൂഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വന്ന വഴി നേരെ വള്ളത്തിൽ ചാടിക്കറി. നമ്മളിപ്പോൾ ഇത് കൈവച്ച് ഓടിച്ചിട്ട് നമ്മൾ ആ ഉടക്കവല ഇട്ടേക്കുന്നില്ല, അതിൻ്റെ അവസാനം നമ്മൾ ആ ഉടക്കവലയിൽ എന്തെങ്കിലും ഉടക്കിയിട്ടുണ്ടെങ്കിൽ അതും എടുക്കും. ടാസ്ക് സാധനമാണിത്. ഞണ്ടിൻ്റെ അളയുടെ അകത്താണ് കൈയിട്ടിരിക്കുന്നത്. അപ്പുറത്തുണ്ടാവും നോക്കി. അച്ഛൻ കൂടെ വേണമായിരുന്നു, അച്ഛൻ ഇവിടെ ഇല്ല ഇപ്പം. ലൈവായിട്ട് കാണിച്ചു തരാം. എന്താ ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ നോക്കി. ഇവിടെയും കൂടി, ഇത് അപ്പുറത്ത് സൈഡിൽ കൂടി ഉണ്ടോ? ഞണ്ടാ? തൊണ്ണന ആമയായിരിക്കും. എന്നായിരുന്നു അമ്മ അതിനകത്ത്? എന്തോ ഞണ്ടാണോ അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ കൈയിട്ടപ്പോൾ ഞണ്ടാണ് ആമയാണെന്ന് അറിയാൻ പാലാത്ത കാരണം നമ്മ കൈയെടുത്തിട്ട് പോകുന്നു. അത് പോയി, അത് കളഞ്ഞു. അങ്ങനെ അത് കാരണം ഭയങ്കര സന്തോഷമല്ലേ. തിക്കമെടുത്തിട്ട് പോണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അതെനിക്കറിയാൻ പാടില്ല. പോയി അങ്ങോട്ട് പോയി. രണ്ട് മീൻ കൂട്ടുന്നവരെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞതാണ്. കറക്റ്റ് തന്നെ അവിടെ ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് അവരൊരു വലുതെടുക്കുന്നുണ്ടാവും. ചിത്രശലഭം ഇവിടെയൊക്കെ ചിത്രശലഭം ഉണ്ടോ? അയ്യോടെ ഒന്നുമില്ലായിരുന്നു. ഓഫാണോ? എന്തെങ്കിലും ചെയ്യും. ആ കമ്പോലും കൂടെ ഇതൊക്കെ മറന്നു പോയി. അവിടെ ഞാനങ്ങോട്ട് വരട്ടെ. പിടിയെന്ന് അങ്ങോട്ട് വീട്. വെയില് ഗുഹയുടെ ഉള്ളിൽ കയറണോ? അയ്യോ ഞാൻ കാടിൻ്റെ അകത്ത് കയറി. ഞാൻ കേറി ഒരു തുണിയുടെ അകത്തെന്ന് പറഞ്ഞു. ഇത് ഓഫ് ചെയ്ത് നല്ല പഴുത്തിരിക്കുന്ന ഈ സാധനം ഒക്കെ ഇതൊന്നെടുത്ത് ഇതിലോട്ടിടുവോ? ഒരു പഴുത്തല്ലോ. അയ്യോ അവിടെ ഇനി അവർ തപ്പാൻ പോണം. അത് നമുക്ക് ഇച്ചിരി നേരം അവിടെ കിടക്കാം. കണ്ടതേ അടുത്തത് അടുത്തത് ഞാൻ ഇവിടെ നോക്കുമ്പോ ഇവിടെ ചാടിച്ചാടി പോവാ.
ഓടിപ്പോയി. അവിടെ ഉണ്ടായിരുന്നുള്ള അല്ല ഇതിൽ ഇത്ര ഈ സാഹസികമായി അങ്ങോട്ട് പോവുകയാണ്. എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ കുല്ലും കേട്ടോ. അടുത്ത മര്യാദക്ക് ശൈലാമൊക്കെ ഇന്ന് എടുത്താൽ മതി. അവിടെ ഫോക്കസ് ആക്കാതെ ഇപ്പുറത്ത് ഞങ്ങൾ അങ്ങോട്ട് വലിക്ക് കേറാൻ പറ്റണ്ട. പോയി ശൈലാമ്മ ഭഗവാനെയൊക്കെ വിളിക്കുന്നത് ഇട്ട് കഴിഞ്ഞൊക്കെ വലിച്ചിനി അവിടെ നിന്ന് ഉണ്ടിക്കൊക്കെ ഇങ്ങോട്ട് ഒരു വള്ളിയിട്ട് വെച്ച് കയറിക്കോളാം. ചരുവത്തിലോട്ട് കിടക്കില്ലേ പിന്നെ കിട്ടി ഗൂയിസ്. കഴുകി കഴുകി കളയല്ലേ. ഓ മൈ ഗോഡ്, എന്നെ കുലല്ലേ എല്ലാരും. ഫൈനലി വി ഗോട്ട്. എനിക്ക് ഞാനിതുവരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ലേ. ഇറങ്ങണ്ടേ. ഇവിടെ 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 ഫോക്കസ് ആക്കി. അതെ അതെ എല്ലായിടത്തും കളഞ്ഞോണ്ടിരിക്കേ. കാണുന്നുണ്ടോ അതിനതിൻ്റെ അകത്ത്? അണ്ണ ക്യാമറ ശരിയല്ലെന്ന് തോന്നുന്നു. അയ്യോ എനിക്ക് പേടിയാവണേ. മഴ നനഞ്ഞ എന്നെ കൊല്ലും. ആ പിന്നെ കുളിക്കാത്ത കാരണം പ്രശ്നമില്ല. പറഞ്ഞോ. വെള്ള കൂടുതലായിരുന്നു, അത് കാരണം മീൻ കൂടുതലൊന്നും കിട്ടിയില്ല. ഇതാണ് കിട്ടിയത്. നാല് വലുതാണ്. വലുതേതാ? ഓക്കെ സൈനിങ് ഓഫ്. ഓട്ടമല ഇല്ലാത്ത സ്ഥലത്തല്ലേ തപ്പണം. കളയട്ടെ.